നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി കെ കുഞ്ഞാലിക്കുട്ടിയും കൈവിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ പി വി അൻവർ വഴിയാധാരമാവുകയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസിന്റെ തീരുമാനം മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട പി വി അൻവറിന് നിരാശയായിരുന്നു ഫലം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തീരുമാനിക്കും, അതിൽ മുസ്ലിം ലീഗിനും തനിക്കൊന്നും കാര്യമില്ലെന്നും അൻവർ വേറെ വഴി നോക്കിക്കോളാനും ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖത്തടിച്ചു പറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ പി വി അൻവർ വഴിയാധാരമാവുകയായിരുന്നു. കോൺഗ്രസ് ഇത്ര കടുത്ത നിലപാട് എടുക്കുമെന്ന് അൻവർ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിലകൊള്ളുമ്പോൾ കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റിന് വരുമെന്നും താൻ പറയുന്നത് കേൾക്കുമെന്നും നിലമ്പൂർ അല്ലെങ്കിൽ വേറൊരു ഉറച്ച സീറ്റ് കോൺഗ്രസ് തനിക്ക് വാഗ്ദാനം ചെയ്യുമെന്നുമൊക്കെയായിരുന്നു പി വി അൻവറിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വി ഡി സതീശനും സണ്ണി ജോസഫും ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ഒരു കാരണവശാലും പി വി അൻവറിന്റെ വാശിക്ക് മുന്നിൽ, ദുശ്ശാഠ്യത്തിന് മുന്നിൽ വഴങ്ങരുത്. എന്തു വന്നാലും ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ നിന്ന് ജയിപ്പിക്കും. അൻവർ വന്നാലും വന്നില്ലെങ്കിലും തങ്ങൾക്കൊരു പുല്ലുമില്ലെന്നാണ് വി ഡി സതീശനും സണ്ണി ജോസഫും പറയുന്നത്. അതോടെ അൻവറിന് വഴിമുട്ടി. ഗതികെട്ട അൻവർ പിന്നെ ഓടിച്ചെന്നത് പാണക്കാട്ടേക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്കുമായിരുന്നു. പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും കൈമലർത്തി. തങ്ങൾക്ക് ഇതിൽ കാര്യമൊന്നുമില്ലെന്നും നിലമ്പൂർ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റായതുകൊണ്ട് സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിക്കുമെന്നും അൻവറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ നിന്നും യാതൊരു സഹായവും ഉണ്ടാകില്ലെന്ന് അറിഞ്ഞതോടെ അൻവർ പരിഭ്രാന്തനായി. പിന്നീടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിയത്. നിലമ്പൂരിൽ അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും അവിടെ ആര്യാടൻ ഷൗക്കത്ത് 15,000-നും 20,000-നും ഇടയ്ക്ക് വോട്ടിന് ജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. വി ഡി സതീശനെതിരെ നിയമസഭയിൽ അനാവശ്യമായ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതാണ് ഇപ്പോൾ ശരിക്കും പി വി അൻവറിന് വിനയായത്. അൻവറിനെ ഒരു കാരണവശാലും മടുപ്പിക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല അത്രേ. കുറെ നാളുകളായി അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ തന്നെയായി വി ഡി സതീശനുമായി ഇക്കാര്യം സംസാരിക്കാൻ അൻവർ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്നും ഇക്കാര്യത്തിൽ അൻവർ ഇടപെടണമെന്നും അൻവറിന് വേണമെങ്കിൽ ആര്യാടന് പിന്തുണ കൊടുക്കാമെന്നുമാണ് KPCCയും പ്രതിപക്ഷ നേതാവും എടുത്ത നിലപാട്. ഇതേ തുടർന്ന് വഴിമുട്ടിയ അൻവർ ലീഗ് നേതൃത്വത്തെ ഇടപെടിയിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കളി മനസ്സിലാക്കിയ ലീഗ് നേതൃത്വമാകട്ടെ അൻവറിന്റെ ചൂണ്ടയിൽ കൊരുത്തില്ല. കോൺഗ്രസിന്റെ സീറ്റ് കോൺഗ്രസ് തീരുമാനിക്കുന്നതാണ് മുന്നണി മര്യാദയെന്നും അൻവറിന്റെ കാര്യത്തിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് ലീഗ് നേതാക്കൾ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും പി വി അൻവറിനെ അറിയിച്ചത്. അപ്പോൾ തനിക്ക് തിരുവമ്പാടി സീറ്റ് വേണമെന്ന നിർദ്ദേശമാണ് അൻവർ ലീഗ് നേതാക്കൾക്ക് മുന്നിൽ മുന്നോട്ട് വച്ചത്. എന്നാൽ തിരുവമ്പാടി സീറ്റിന്റെ കാര്യമൊന്നും തങ്ങൾക്ക് ഉറപ്പു പറയാൻ കഴിയില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. UDFിൽ തിരുവമ്പാടി സീറ്റ് ഇപ്പോൾ മുസ്ലിം ലീഗിനാണ്. ആ സീറ്റ് ജോസ് കെ മാണി വന്നാൽ അദ്ദേഹത്തിന് നൽകാമെന്ന് നേരത്തെ തന്നെ ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നു. ആ സീറ്റ് തനിക്ക് വേണമെന്നും അവിടെ താൻ മത്സരിക്കാമെന്നുമാണ് പി വി അൻവർ ഇന്ന് പാണക്കാട് തങ്ങളോടും കുഞ്ഞാലിക്കുട്ടിയോടും പറഞ്ഞതെങ്കിലും രണ്ടുപേരും അതിന് തലകുലുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും അൻവറിന് നൽകാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് മുഖത്തടിച്ച് പറയുകയും ചെയ്തു. അതോടെ എന്ത് ചെയ്യണമെന്ന അറിയാതെ ആധിയോടെ ഓടി നടക്കുകയാണ് അൻവർ. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, പി വി അൻവർ ഇതോടുകൂടി ഏറെക്കുറെ കേരള രാഷ്ട്രീയത്തിൽ അസ്തമിക്കുകയാണ്. കോൺഗ്രസോ അല്ലെങ്കിൽ ലീഗോ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കൊടുത്തില്ല എങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ചരമക്കുറിപ്പ് വരുന്ന നാളുകൾക്കുള്ളിൽ തന്നെ എഴുതപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.